നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആൻഡോ കല്ലേരി. ആദ്യം പ്രധാന വാർത്തകൾ. പാലപ്പിള്ളിയിൽ വീണ്ടും പുലിയിറങ്ങിയതായി നാട്ടുകാർ. ഇത്തവണ പശുക്കുട്ടിയെ പുലി കൊന്നു. മുൻമന്ത്രിയും നിയമസഭാ സ്പീക്കറുമായിരുന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് PP തങ്കച്ചൻ അന്തരിച്ചു. അന്ത്യം ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച്. ഓണം സീസണിൽ നല്ല വില പ്രതീക്ഷിച്ച് ഇറക്കിയ പച്ചക്കറിക്ക് വിലയില്ലാതായതോടെ കണ്ണീരിലായി മറ്റത്തൂരിലെ കർഷകർ. ചിമ്മിനി ഡാമിലെ ടോയ്ലറ്റ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. കൊടകരയിൽ കുട്ടികൾക്ക് മറ്റും വിൽപ്പന നടത്തുന്നതിനായി സൂക്ഷിച്ച കഞ്ചാവുമായി 2 യുവാക്കൾ അറസ്റ്റിൽ. പിടിയിലായത് തേശ്ശേരി പറപ്പൂക്കര സ്വദേശികൾ. വിശദമായ വാർത്തകളിലേക്ക്. പാലപ്പിള്ളിയിൽ വീണ്ടും പുലിയിറങ്ങിയതായി നാട്ടുകാർ. ഇത്തവണ പശുക്കുട്ടിയെ പുലി കൊന്നതായി നാട്ടുകാർ പറഞ്ഞു. 10 ദിവസത്തിനിടെ 4ാം തവണയാണ് പശുക്കുട്ടിയെ പുലി ആക്രമിച്ച് കൊല്ലുന്നത്. പാലപ്പിള്ളി എസ്റ്റേറ്റിലെ കാരിക്കുളം പാടിക്ക് സമീപം പ്രദേശവാസികളാണ് വ്യാഴാഴ്ച രാവിലെ പശുക്കുട്ടിയുടെ ജഡം കണ്ടെത്തിയത്. വനാതിർത്തിയോട് ചേർന്നുള്ള ജനവാസ മേഖലയിൽ ഈയിടെ പലതവണയായി പുലി ഇറങ്ങുന്നത് ജനങ്ങളെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. ജനവാസ മേഖലയിൽ പുലിയെ കണ്ടതായും പ്രദേശവാസികളിൽ ചിലർ പറയുന്നു. പുലി ഭീഷണിയുള്ള സ്ഥലങ്ങളിൽ കൂടി സ്ഥാപിച്ച് പുലിയെ പിടികൂടണമെന്ന് മലയോര കർഷക സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു. പ്രദേശത്ത് വനവകുപ്പ് അധികൃതർ പരിശോധന നടത്തി. മുൻമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ PP തങ്കച്ചൻ അന്തരിച്ചു. 86 വയസ്സായിരുന്നു. ഏറെക്കാലമായി അസുഖബാധിതനായി ആശുപത്രിയിലായിരുന്നു. ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. 12 വർഷം പെരുമ്പാവൂർ നഗരസഭ അധ്യക്ഷനായിരുന്നു. 4 തവണ പെരുമ്പാവൂരിൽ നിന്ന് നിയമസഭയിലെത്തി. കൃഷിമന്ത്രി, സ്പീക്കർ, KPCC അധ്യക്ഷൻ എന്നീ പദവികളും വഹിച്ചു. ദീർഘകാലം UDF കൺവീനറായി പ്രവർത്തിച്ച തങ്കച്ചൻ ഘടകകക്ഷികളെ ഏകോപിപ്പിക്കുന്നതിൽ ശ്രദ്ധേയനായിരുന്നു. ഓണം സീസണിൽ നല്ല വില പ്രതീക്ഷിച്ച് ഇറക്കിയ പച്ചക്കറി കൃഷിക്ക് വിലയില്ലാതായതോടെ കണ്ണീരിലായി കർഷകർ. മറ്റത്തൂർ പഞ്ചായത്തിലെ കടമ്പോട് സ്വദേശി കോപ്ലി ലോനായിയാണ് പച്ചക്കറി ഇനങ്ങൾക്ക് വിലയും ഡിമാൻഡും കുറഞ്ഞതോടെ ദുരിതത്തിലായത്. സമൃദ്ധമായ വിളവ് ലഭിച്ചിട്ടും കൃഷിച്ചെലവ് പോലും കിട്ടാത്ത സാഹചര്യമാണുള്ളതെന്ന് ലോനായി നിരാശയോടെ പറയുന്നു. തത്ത തിന്നിട്ട് കണ്ട നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ല. അതേമാതിരി തത്ത വന്നിട്ട് നമ്മൾ മാറി കഴിഞ്ഞാൽ അവർ മുഴുവൻ നശിപ്പിക്കും. അങ്ങനത്തെ ഒരു അവസ്ഥയും കൂടി. പടക്കം ഒരു 100 പേരെ പടക്കം ഒരു ദിവസം പൊട്ടിക്കണം, എന്നാലേ തത്ത പോവുള്ളൂ. വേറെ എങ്ങും കൃഷിയില്ലാത്തതുകൊണ്ട് ഇവിടെ തന്നെയാന്ന്. അതാണ് ഏറ്റവും വലിയ വിഷമം. മറ്റത്തൂർ പഞ്ചായത്തിലെ 12ാം വാർഡിൽ പതിവായി പച്ചക്കറി കൃഷി ചെയ്യുന്ന കർഷകരിൽ ഒരാളാണ് 64-കാരനായ ലോനായി. കടമ്പോട് പുളിന്തറയ്ക്ക് സമീപം പാട്ടത്തിനെടുത്ത 1/2 ഏക്കർ സ്ഥലത്ത് ഇത്തവണ പയർ, കുക്കുംബർ, വെണ്ട തുടങ്ങിയ പച്ചക്കറി ഇനങ്ങളാണ് ലോനായി കൃഷി ചെയ്തത്. ഓണത്തിന് വിളവെടുക്കാൻ പാകത്തിൽ 2 മാസം മുമ്പേ കൃഷിയിറക്കിയെങ്കിലും പതിവില്ലാത്ത വിധം മഴ നീണ്ടുനിന്നത് ഈ കർഷകന്റെ പ്രതീക്ഷകൾ തകിടം മറിച്ചു. ചെടികൾ പൂവിടാൻ വൈകിയതിനാൽ ഓണത്തിന് മുമ്പ് വിളവെടുപ്പിന് പാകമായില്ല. ഓണം കഴിഞ്ഞപ്പോൾ പയറും കുക്കുംബറും ധാരാളമായി വിളഞ്ഞെങ്കിലും വാങ്ങാൻ ആളില്ലാത്ത അവസ്ഥയായി. ഇതുമൂലം വിലയും 3-1 കുറഞ്ഞു. കുക്കുംബർ ആണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടുന്നത്. അത് മാർക്കറ്റിൽ കൊണ്ടുകൊടുത്താലും കടയിൽ ആർക്കും വേണ്ട. ഒരു 500 കിലോ കുക്കുംബർ ചെയ്യാൻ പൊട്ടിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു 1.5 ഇട്ട്. അത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കൊണ്ടിട്ട് വെറുതെയും കൊടുക്കുന്നുണ്ട്, പല രീതിയിലും കൊടുക്കുന്നുണ്ട്. ഇത് ഇനി എന്താ ചെയ്യാന്ന് ആലോചിച്ചിട്ട് ഒരു പിടിയില്ലാത്ത ഒരു കണ്ടീഷനിലാണ്. ഓണവിപണിയിൽ കിലോയ്ക്ക് 100 രൂപ വരെ വിലയുണ്ടായിരുന്ന പയറിന് ഓണം കഴിഞ്ഞതോടെ 30 രൂപയായി താഴ്ന്നു. കുക്കുംബറിന്റെ വില 30-ൽ നിന്ന് പകുതിയായി കുറഞ്ഞു. കുറഞ്ഞ വിലയ്ക്ക് വിറ്റഴിക്കാമെന്ന് വെച്ചാൽ വാങ്ങാനും ആളില്ലാത്ത അവസ്ഥയാണെന്ന് ലോനായി പറയുന്നു. കിട്ടിയ വിലയ്ക്ക് വിറ്റഴിക്കേണ്ട ഗതികേടിലാണ്. കൃഷി ഇറക്കാനായി ചെലവഴിച്ച 1.5 ലക്ഷത്തോളം രൂപയിൽ പകുതി പോലും തിരിച്ചു കിട്ടില്ലെന്നാണ് ലോനായിയുടെ സങ്കടം. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ചിമ്മിനി ഡാമിൽ വിനോദസഞ്ചാരികൾക്കായി നിർമ്മിക്കുന്ന ടോയ്ലറ്റ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ,
DTPC സെക്രട്ടറി സി വിജയരാജ് എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TG അശോകൻ, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഷ്റഫ് ചാലിയത്തൊടി എന്നിവർ സംസാരിച്ചു. ഹയർ സെക്കൻഡറി തലത്തിലെ മികച്ച അധ്യാപകനുള്ള സംസ്ഥാന പുരസ്കാരം നേടി കൊടകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ M. സുധീർ. മാഷിനിത് അർഹതയ്ക്കുള്ള അംഗീകാരം. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 2024-25 വർഷത്തെ മികച്ച അധ്യാപകനുള്ള പുരസ്കാരം ഇത്തവണ 4 പേർക്കാണ് സമ്മാനിച്ചത്. ഇതിൽ ഒരാളാണ് കൊടകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ M. സുധീർ. പാലക്കാട് ഏലപ്പുള്ളി സ്വദേശിയായ സുധീർ മാഷ് ഇരിങ്ങാലക്കുട അണിമംഗലത്താണ് സുസ്മിതം എന്നു പേരുള്ള വീട്ടിൽ ഭാര്യ സ്മിതയും CA വിദ്യാർത്ഥിനിയായ മകൾ ഗായത്രിക്കുമൊപ്പം താമസിക്കുന്നത്. പാഠ്യേതര രംഗങ്ങളിലെ പ്രവർത്തനം മാത്രമല്ല, മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മാതൃകാ ക്ലാസ് അവതരണം, അഭിമുഖം എന്നിവയിലെ പ്രകടനം കൂടി വിലയിരുത്തിയാണ് സംസ്ഥാന അവാർഡ് ജേതാക്കളെ തെരഞ്ഞെടുത്തത്. ബുധനാഴ്ച തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ നടന്ന ചടങ്ങിൽ വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടിയിൽ നിന്ന് പുരസ്കാരം ഏറ്റുവാങ്ങിയത് അധ്യാപന ജീവിതത്തിലെ അമൂല്യ നിമിഷമെന്ന് സുധീർ മാഷ് അഭിമാനത്തോടെ പറയുന്നു. എന്തായാലും വളരെയധികം സന്തോഷം. മികച്ച ഒരു അധ്യാപകന്റെ അവാർഡ് സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ നിന്ന് മേടിക്കുക എന്ന് പറയുന്നത് ഏതൊരു അധ്യാപകന്റെ ജീവിതത്തിലും വലിയൊരു അടയാളപ്പെടുത്തലാണ്. അത് കൊടകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എത്തി എന്ന് പറയുമ്പോൾ സന്തോഷമുണ്ട്. ഞാൻ മുഖാന്തരം ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു ഹയർ സെക്കൻഡറി സ്കൂള് കേരളം മുഴുവൻ അറിയപ്പെടുക എന്ന് പറയുന്നത് വളരെയധികം അഭിമാനിക്കാവുന്ന ഒരു മുഹൂർത്തം തന്നെയാണ്. പിന്നെ പൊതുവെ വളരെ നല്ലൊരു സ്ഥാപനം തന്നെയാണ്. ശാന്തം, സുന്ദരം, അതുപോലെ തന്നെ അച്ചടക്കമുള്ള കുട്ടികൾ, നല്ല റിസൾട്ട് ഉണ്ട്. PTA ഇടപെടലാണെങ്കിലും അതുപോലെ തന്നെ സ്റ്റാഫിന്റെ ഇടപെടലാണെങ്കിലും സന്തോഷമുള്ളത് തന്നെയാണ്. ഇതിൽ അർപ്പിതമായ ഒരു വലിയൊരു ഉത്തരവാദിത്തമായിട്ട് മാറി ഈ ഒരു അവാർഡ് കിട്ടിയപ്പോൾ. അപ്പം ഇനി ഒരിക്കലും എന്താ പറയുക പുറകോട്ട് പോകാൻ കഴിയില്ല. അപ്പം അതിന് എൻ്റെ വിദ്യാർത്ഥികൾ എൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്. നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ ഇഷ്ടപ്പെടുന്ന, നമ്മൾ പറഞ്ഞാൽ അനുസരിക്കുന്ന വിദ്യാർത്ഥികളാണ് നമ്മുടെ കൂടെയുള്ളത്. അപ്പം അത് ഇനിയുള്ള സമയങ്ങളിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ സാധിക്കും. എന്നെ സംബന്ധിച്ചുള്ള 2 കാര്യങ്ങളിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഒന്ന്, ലഹരിക്കെതിരെയുള്ള വലിയൊരു പോരാട്ടത്തിലാണ് നമ്മൾ തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇന്ന് ഭാവി തലമുറയെ ഇല്ലാതാക്കുന്ന ലഹരി, അതിനെ എങ്ങനെ നിർമ്മാർജ്ജനം ചെയ്യാമെന്ന് ഓരോ ചുവട് വയ്ക്കുമ്പോഴും ഞാൻ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ കൊടകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുക, ഉയർന്ന പഠന നിലവാരം കൈവരിക്കാൻ കഴിയുക, ഇനിയും ഉയർന്ന റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുക എന്നുള്ളതൊക്കെയാണ് ഞാൻ മുന്നോട്ട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ. 2005 അധ്യാപനം തുടങ്ങിയ മാഷ് 18 വർഷം ഇരിങ്ങാലക്കുട ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സേവനം ചെയ്തത്. 2007 NSS പ്രോഗ്രാം ഓഫീസറായും 2010 NSS ജില്ലാ കൺവീനറായും പ്രവർത്തിച്ച ഈ അധ്യാപകൻ സാമൂഹിക സേവന രംഗത്തും ശ്രദ്ധേയമായ പ്രവർത്തനം കാഴ്ചവെച്ചു. ഈ കാലയളവിൽ നേത്രദാന, രക്തദാന ക്യാമ്പുകൾ, കൃഷിക്കൂട്ടങ്ങൾ എന്നിവ സംഘടിപ്പിക്കുന്നതിൽ മാഷ് മുൻകൈയെടുത്തു. മികച്ച ഒരു ക്രിക്കറ്റ് താരം കൂടിയാണ് ഈ ജിയോഗ്രഫി അധ്യാപകൻ. ജില്ലാ വെറ്ററൻസ് ടീമിൽ അംഗമായി ഓൾറൗണ്ടർ മികവോടെ പ്രകടനം നടത്തുന്ന ഈ കായിക പ്രതിഭ ഇരിങ്ങാലക്കുടയിൽ പ്രവർത്തിക്കുന്ന ക്രിക്കറ്റ് ക്ലബിന്റെ അമരക്കാരൻ കൂടിയാണ്. ഈ ക്ലബിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച 8 ടൂർണമെന്റുകളിൽ നിന്നായി 18 ലക്ഷത്തോളം രൂപ പാവപ്പെട്ട ക്യാൻസർ രോഗികൾക്ക് ചികിത്സാ സഹായമായി കൈമാറിയിട്ടുണ്ട്. ഹയർ സെക്കൻഡറി തലത്തിൽ ഇരട്ട മൂല്യനിർണയ ക്യാമ്പിന്റെ ഡയറക്ടർ, പരീക്ഷാ സ്ക്വാഡ് അംഗം എന്നീ നിലകളിലും പ്രവർത്തിച്ചു. പഠനത്തിനൊപ്പം കായിക രംഗത്ത് വിദ്യാർത്ഥികളെ ആകർഷിക്കാനായാൽ ലഹരിക്കടിപ്പെടാത്ത ഒരു തലമുറയെ വളർത്തിയെടുക്കാൻ കഴിയുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഈ അധ്യാപകൻ കായിക ലഹരി പടർത്തുന്ന പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ പ്രാമുഖ്യം നൽകുകയും അതുവഴി വിദ്യാർത്ഥികളുടെ കളിക്കൂട്ടുകാരനായി മാറുകയുമാണ്. ഞങ്ങളുടെ സുധീർ സാറിന് ഈ കൊല്ലത്തെ സംസ്ഥാന മികച്ച അധ്യാപകനുള്ള അവാർഡ് ലഭിച്ചു. അതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷമാണ്. സ്കൂളിൻ്റെ എല്ലാ കാര്യത്തിലും സാറ് എന്താ പറയുക മുൻകൈ എടുത്ത് എല്ലാം നടത്തും. നമ്മളൊന്നും അങ്ങോട്ട് ചെന്ന് പറയേണ്ട ആവശ്യമില്ല. സാറെല്ലാം കണ്ടറിഞ്ഞ് ഞങ്ങൾക്ക് എല്ലാം ചെയ്തു തരും. ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് നമ്മുടെ അടുത്ത് ഇടയ്ക്കൊക്കെ ചോദിക്കും എന്തെങ്കിലും നിങ്ങൾക്ക് ഇനി പുരോഗമനം വരുത്തണം സ്കൂളിൽ. സാറ് വന്ന പിന്നെ ഒരുപാട് മാറ്റങ്ങൾ സ്കൂളിൽ വന്നിട്ടുണ്ട്. ഇരിങ്ങാലക്കുടയിലെ സ്കൂളിൽ 10 വർഷത്തോളം കായികാധ്യാപകൻ ഇല്ലാതിരുന്നിട്ടും മാഷിന്റെ നേതൃത്വത്തിൽ കുട്ടികളെ പരിശീലിപ്പിച്ച് സംസ്ഥാന തലത്തിൽ വരെ കായിക താരങ്ങളെ പങ്കെടുപ്പിക്കാനായത് ഈ അധ്യാപകന്റെ ഔദ്യോഗിക ജീവിതത്തിലെ പൊൻതൂവലാണ്. കൊടകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കഴിഞ്ഞ വർഷങ്ങളിൽ പഠനരംഗത്ത്
മികച്ച റിസൾട്ട് സൃഷ്ടിച്ചെടുക്കാൻ കഴിഞ്ഞതായും ഇനിയും കൂടുതൽ മെച്ചപ്പെടുത്തുകയുമാണ് ലക്ഷ്യമെന്നും ഒപ്പം സ്കൂളിന്റെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുകയും കായിക പ്രവർത്തനങ്ങളിലൂടെ ആരോഗ്യമുള്ള ലഹരിക്കടിപ്പെടാത്ത ഊർജ്ജസ്വലരായ വിദ്യാർത്ഥികളെ വാർത്തെടുക്കുകയുമാണ് ലക്ഷ്യമെന്ന് സുധീർ മാഷ് ആത്മവിശ്വാസത്തോടെ പറയുന്നു. 2024-25 വർഷത്തെ സംസ്ഥാന അധ്യാപക അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മികച്ച അധ്യാപകനായി തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഒരാൾ കൊട്ടകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ എം സുധീർ മാഷാണ്. പാഠ്യേതര രംഗത്തെ പ്രവർത്തന മികവ് മാത്രമല്ല, സുധീർ മാഷ് ഒരു കായിക പ്രതിഭ കൂടിയാണ്. വിദ്യാർത്ഥികളിൽ കായിക ലഹരി പടർത്തിക്കൊണ്ട് അവരെ മറ്റ് രാസലഹരികളിൽ നിന്ന് വിമുക്തരാക്കുകയും സ്കൂളിന്റെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുകയുമാണ് മുന്നോട്ടുള്ള തന്റെ പ്രയാണത്തിൽ ലക്ഷ്യമിടുന്നതെന്ന് മാഷ് പറയുമ്പോൾ ഒരു വലിയ ദൗത്യം അദ്ദേഹം ഏറ്റെടുക്കുകയാണ്. ഈ അവാർഡ് മാഷിന് അർഹതയ്ക്കുള്ള അംഗീകാരമാണെന്ന് വിദ്യാർത്ഥികൾ ഒന്നടങ്കം പറയുന്നു. ക്യാമറാമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. കൊടകരയിൽ കുട്ടികൾക്ക് മറ്റും വിൽപ്പന നടത്തുന്നതിനായി സൂക്ഷിച്ച കഞ്ചാവുമായി 2 യുവാക്കൾ അറസ്റ്റിൽ. കൊടകര തേശ്ശേരി സ്വദേശി കാരയിൽ വീട്ടിൽ 29 വയസ്സുള്ള യദു പ്രകാശ്, പറപ്പൂക്കര മുത്രത്തിക്കര സ്വദേശി മണപ്പുള്ളി വീട്ടിൽ 26 വയസ്സുള്ള വിജയ് എന്നിവരെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള ഡാൻസ് ഓഫ് സംഘം അറസ്റ്റ് ചെയ്തത്. പ്രതികൾക്കെതിരെ ജുവനൈൽ ജസ്റ്റിസ് ആക്ടിലെ വകുപ്പുകൾ ചേർത്ത് കേസെടുത്തു. വല്ലപ്പാടിയിലുള്ള ചെങ്ങിനിയാടൻ വീട്ടിൽ എബിന്റെ വീട്ടിൽ വെച്ച് മറ്റു പ്രതികളുമായി ചേർന്ന് 1.25 കിലോഗ്രാം തൂക്കം വരുന്ന കഞ്ചാവ് വിൽപ്പനയ്ക്കായി ഇവർ സൂക്ഷിച്ചിരിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. വിജയ് കൊടകര പോലീസ് സ്റ്റേഷൻ പരിധിയിലെ അടിപിടി കേസിലും ആളൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മയക്കുമരുന്ന് ഉപയോഗിച്ച കേസിലും പ്രതിയാണ്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ഭിന്നശേഷിക്കാർക്കായി തൃക്കൂർ ഗ്രാമപഞ്ചായത്തിൽ നടത്തിയ ഉപകരണ നിർണയ ക്യാമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. ശാരീരിക വൈകല്യമുള്ളവർക്കായി തൃക്കൂർ ഗ്രാമപഞ്ചായത്തിൽ നടന്ന ഉപകരണ നിർണയ ക്യാമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഹേമലത സുകുമാരൻ അധ്യക്ഷയായിരുന്നു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ ജിഷ ഡേവിസ്, പഞ്ചായത്ത് അംഗം മോഹനൻ തൊഴുക്കാട്ട്, ICDS സൂപ്പർവൈസർ, ഡോക്ടേഴ്സ്, അംഗനവാടി ടീച്ചേഴ്സ് എന്നിവർ സന്നിഹിതരായി. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ 10 ലക്ഷം രൂപ വകയിരുത്തി പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ലാപ്ടോപ്പ് വിതരണം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലത ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ KC പ്രദീപ്, ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ NM പുഷ്പാകരൻ, പഞ്ചായത്ത് സെക്രട്ടറി CN നിധിൻ, അസിസ്റ്റന്റ് സെക്രട്ടറി MK വിജയൻ എന്നിവർ സംസാരിച്ചു. നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിലെ കലാമേള കേളി 2025 കൊമേഡിയൻ കൃഷ്ണകുമാർ ആലുവ ഉദ്ഘാടനം നിർവഹിച്ചു. വിവേകാനന്ദ ട്രസ്റ്റ് ജോയിന്റ് സെക്രട്ടറി VV രാജേഷ് അധ്യക്ഷത വഹിച്ചു. വിവേകാനന്ദ ട്രസ്റ്റ് ട്രഷറർ KS സുകേഷ്, ഡയറക്ടർ മോഹനൻ വടക്കേടത്ത്, വിദ്യാലയ സമിതി പ്രസിഡന്റ് K രവീന്ദ്രൻ, സെക്രട്ടറി രജത് നാരായണൻ, മാനേജർ C രാകേഷ്, പ്രിൻസിപ്പൽ KR വിജയലക്ഷ്മി, ക്ഷേമസമിതി പ്രസിഡന്റ് സുനിൽകുമാർ, മാതൃസമിതി പ്രസിഡന്റ് സലിത എന്നിവർ സംസാരിച്ചു. 6 വേദികളിലായി സെപ്റ്റംബർ 11, 12 തീയതികളിൽ നടക്കുന്ന കലാമേളയിൽ 45 ഇനങ്ങളിലായി 800-ൽ പരം വിദ്യാർത്ഥികളാണ് മാറ്റുരയ്ക്കുന്നത്. വളരെ സന്തോഷം ഉണ്ടാകുന്ന ഒരു ദിവസമാണ്. കാരണം നമ്മൾ പഠിച്ച് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നമ്മുടെ വിദ്യാലയത്തിൽ നിന്ന് അവതരിപ്പിക്കാൻ പോകുന്ന ഒട്ടേറെ പരിപാടികൾ പങ്കെടുക്കുവാൻ. വരന്തരപ്പള്ളി പള്ളിക്കുന്ന് അസംപ്ഷൻ ദേവാലയത്തിലെ വിശുദ്ധ അന്തോണീസിന്റെ ദർശന തിരുനാൾ ഞായറാഴ്ച നടക്കും. വെള്ളിയാഴ്ച രാവിലെ 6-ന് വിശുദ്ധ കുർബാന, കൊടിയേറ്റം 7:15-ന് ആഘോഷമായ പാട്ടുകുർബാന, ശനിയാഴ്ച രാവിലെ 5:45-ന് വിശുദ്ധ കുർബാന, 7:15-ന് ആഘോഷമായ പാട്ടുകുർബാന, വൈകിട്ട് പ്രദക്ഷിണം, തിരുസ്വരൂപം എഴുന്നള്ളിച്ച് വയ്ക്കൽ, പൊതുസമ്മേളനം എന്നിവ ഉണ്ടായിരിക്കും. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ 10-ന് ഫാദർ പേഴ്സൺ പാലത്തിങ്കൽ കാർമികനായ ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാന ഉണ്ടായിരിക്കും. ഫാദർ സെബിൻ ചോനയിടത്ത് സന്ദേശം നൽകും. തുടർന്ന് തിരുനാൾ പ്രദക്ഷിണവും ഉണ്ടായിരിക്കും. ഇനി കാണാം ഇൻഫോ ടോക്ക്. മിക്ക കറികളിലും നാം ചേർത്ത് വരുന്ന പച്ചക്കറിയാണ് സവാള. വിറ്റാമിൻ C, ആന്റി ഓക്സിഡന്റുകൾ, പ്രതിരോധശേഷിയെയും മൊത്തത്തിലുള്ള ആരോഗ്യത്തെയും പിന്തുണയ്ക്കുന്ന സംയുക്തങ്ങൾ തുടങ്ങിയ അവശ്യ പോഷകങ്ങളാൽ
സമ്പന്നമാണെങ്കിലും സവാള പച്ചയ്ക്ക് കഴിക്കരുത്. ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം. ചില സന്ദർഭങ്ങളിൽ ചില വ്യക്തികൾക്ക് സവാള പച്ചയ്ക്കോ അധികമായോ ചെറിയ അളവിലോ പോലും കഴിക്കുന്നത് ചില അസ്വസ്ഥതകൾക്ക് കാരണമാകും. റിപ്പോർട്ട് കാണാം. മൈഗ്രെയിൻ ബാധിച്ചവർ പച്ച സവോള കഴിക്കുന്നത് കൂടുതൽ പ്രശ്നമുണ്ടാക്കാം. കാരണം ഉള്ളിയിൽ ടൈറാമിൻ അടങ്ങിയിട്ടുണ്ട്. ഇത് സ്വാഭാവികമായി ഉണ്ടാകുന്ന അമിനോ ആസിഡാണ്. ഇത് വ്യക്തികളിൽ തലവേദനയ്ക്ക് ഇടയാക്കും. ഇടയ്ക്കിടെ മൈഗ്രെയിൻ അനുഭവിക്കുന്നവർക്ക് പച്ച സവാള കഴിച്ചതിന് ശേഷം ലക്ഷണങ്ങൾ വഷളാകുന്നത് ശ്രദ്ധയിൽപ്പെട്ടേക്കാം. സവോള ആവർത്തിച്ചുള്ള തലവേദനയ്ക്ക് കാരണമാകും. സവോളയിൽ സൾഫർ അടങ്ങിയ സംയുക്തങ്ങൾ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ഈ സംയുക്തങ്ങൾ പിന്നീട് ശ്വാസകോശത്തിലൂടെ ക്രമേണ പുറത്തുവിടുന്നു. അതുകൊണ്ടാണ് പല്ല് തേക്കുകയോ മൗത്ത് വാഷ് ഉപയോഗിക്കുകയോ ചെയ്യുന്നത് പലപ്പോഴും സവാളയുടെ ഗന്ധം ഇല്ലാതാക്കാൻ സഹായിക്കാത്തത്. ഗ്രീൻ ടീ കുടിക്കുക, ഗ്രാമ്പു കഴിക്കുക തുടങ്ങിയ പ്രകൃതിദത്ത പരിഹാരങ്ങൾ ദുർഗന്ധം കുറയ്ക്കാൻ സഹായിച്ചേക്കാം. പക്ഷേ കഴിച്ചതിനു ശേഷം ദുർഗന്ധം മണിക്കൂറുകളോളം നിലനിൽക്കും. ഹനവ്യവസ്ഥയെ പച്ച സവാള വളരെ പ്രതികൂലമായി ബാധിക്കും. പ്രത്യേകിച്ച് സെൻസിറ്റീവ് വയറുള്ളവരോ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം പോലുള്ള അവസ്ഥകളോ ഉള്ളവർക്ക്. ദഹന സമയത്ത് കുടലിൽ പുളിക്കുന്ന ഒരു തരം കാർബോഹൈഡ്രേറ്റ് ആയ ഫ്രാക്ടനുകൾ ദഹന സമയത്ത് കുടലിൽ പുളിക്കുന്ന ഒരു തരം കാർബോഹൈഡ്രേറ്റ് ആയ ഫ്രക്ടാനുകൾ അവയിൽ അടങ്ങിയിട്ടുണ്ട്. ഈ പ്രക്രിയ ചില വ്യക്തികളിൽ അമിതമായ വാതകം, വയറുവേദന, വയറിളക്കം എന്നിവയ്ക്ക് കാരണമാകും. സവോള ചെറുതായി വഴറ്റുകയോ വേവിക്കുകയോ ചെയ്യുന്നത് ദഹിക്കാൻ എളുപ്പമാക്കുന്നു. പച്ച സവോള കഴിക്കുന്നത് ചൊറിച്ചിൽ, തിണർപ്പ്, ചുണ്ടുകളിലും നാക്കിലും വീക്കം തുടങ്ങിയ നേരിയ പ്രതികരണങ്ങൾക്ക് കാരണമായേക്കാം. ചില കേസുകളിൽ ആളുകൾക്ക് ശ്വസിക്കാൻ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അനാഫൈലക്സിസ് അനുഭവപ്പെടാം. ഇത് ജീവൻ അപകടപ്പെടുത്തുന്ന അലർജി പ്രതികരണമാണ്. ആസിഡ് റിഫ്ലക്സ് അല്ലെങ്കിൽ ഗ്യാസ്ട്രോ ഈസോഫാഗൽ റിഫ്ലക്സ് രോഗം സാധ്യതയുള്ള വ്യക്തികളിൽ പച്ച സവോള ലക്ഷണങ്ങൾ കൂടുതൽ വഷളാക്കിയേക്കാം. നെഞ്ചിൽ വേദന, വായിൽ പുളിച്ച രുചി അല്ലെങ്കിൽ ഭക്ഷണത്തിന് ശേഷം പൊതുവായ അസ്വസ്ഥത എന്നിവയ്ക്ക് കാരണമാകും. രാത്രി വൈകിയോ കിടക്കുന്നതിന് മുമ്പോ സവാള കഴിക്കുന്നത് നെഞ്ചെരിച്ചിൽ സാധ്യത വർദ്ധിപ്പിക്കും. ഇനി കാലാവസ്ഥ. കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. തൊഴിലവസരങ്ങളും വാർത്തകളുമായി അവസരജാലകം. താൽക്കാലിക ഒഴിവ്. സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് തൃശൂർ ഡിവിഷന്റെ കീഴിലുള്ള പുല്ലഴി, മുളങ്കുന്നത്തുകാവ് വനിതാ ഹോസ്റ്റലുകളിൽ വിവിധ തസ്തികകളിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. മുളങ്കുന്നത്തുകാവ് ഹോസ്റ്റലിൽ മേട്രൺ തസ്തികയിൽ 10,000 രൂപ വേതനാടിസ്ഥാനത്തിലും പുല്ലഴി ഹോസ്റ്റലിലേക്ക് 5,500 രൂപ വേതനത്തിൽ വാർഡൻ തസ്തികയിലേക്കും 6,000 രൂപ വേതനത്തിൽ പുരുഷ വിഭാഗത്തിൽപ്പെട്ടവർക്കായി വാച്ച്മാൻ തസ്തികയിലേക്കുമാണ് നിയമനം നടത്തുന്നത്. പ്രദേശവാസികൾക്ക് മുൻഗണന. വിശദവിവരങ്ങൾക്ക് അയ്യന്തോളിലുള്ള കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് തൃശൂർ ഡിവിഷൻ ഓഫീസിൽ നേരിട്ടോ 0487236084 എന്ന നമ്പറിലോ ബന്ധപ്പെടുക. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി സെപ്റ്റംബർ 17. പ്രവാസി കമ്മീഷൻ അദാലത്ത് 16-ന്. പ്രവാസി കമ്മീഷന്റെ അടുത്ത അദാലത്ത് സെപ്റ്റംബർ 16-ന് എറണാകുളം കാക്കനാടുള്ള കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ രാവിലെ 10 മുതൽ നടക്കും. പ്രവാസികളുടെ സ്വത്തിനെയും ജീവനെയും സംബന്ധിക്കുന്നതുൾപ്പെടെയുള്ള അവരുടെ ന്യായമായ ഏത് വിഷയവും പ്രവാസി കമ്മീഷൻ മുമ്പാകെ ഉന്നയിക്കാം. നേരത്തെ സമർപ്പിച്ച അപേക്ഷകളിൽ എറണാകുളം, തൃശൂർ ജില്ലകളിലെ വിഷയങ്ങൾ ഉൾപ്പെടുന്ന ഫയലുകളിലാണ് അദാലത്തിൽ പ്രധാനമായും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതുകൂടാതെ നേരിട്ടും ഇമെയിൽ മുഖാന്തിരവും പരാതികൾ സ്വീകരിക്കുന്നതാണ്. അദാലത്തിൽ നേരിട്ട് പരാതി നൽകാൻ ആഗ്രഹിക്കുന്നവർ ആയിരുന്നു എന്ന് തെളിയിക്കുന്നതിന് പാസ്പോർട്ട് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ഹാജരാക്കണം. പരാതിയും അതിൽ പറയുന്ന രേഖകളുടെ പകർപ്പും എതിർകക്ഷികളുടെ പൂർണ്ണ വിലാസവും ഫോൺ നമ്പറും ലഭ്യമാക്കേണ്ടതാണ്. കമ്മീഷന്റെ വിലാസം: പ്രവാസി ഭാരതീയർ കമ്മീഷൻ, 6ാം നില, നോർക്ക സെന്റർ, തൈക്കാട്, തിരുവനന്തപുരം
695014. വിളിക്കേണ്ട നമ്പർ 047123222311. കേരള ഗ്രാമീൺ ബാങ്കിൽ 625 ഓഫീസ് അസിസ്റ്റന്റ് ഒഴിവുകൾ. ബിരുദധാരികൾക്കും CA അല്ലെങ്കിൽ MBA യോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാം. ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഒരാൾക്ക് 2 തസ്തികയിലേക്ക് അപേക്ഷിക്കാം. വെബ്സൈറ്റ് www.ibps.in. അവസാന തീയതി സെപ്റ്റംബർ 21. സ്റ്റാഫിനെ ആവശ്യമുണ്ട്. ഹോട്ടലിലേക്ക് കാഷ്യർ, സപ്ലയർ, കുക്ക്, ക്ലീനിംഗ് സ്റ്റാഫുകളെ ആവശ്യമുണ്ട്. താമസ സൗകര്യം ഉണ്ടായിരിക്കും. വിളിക്കേണ്ട നമ്പർ 9048404999. ഡ്രൈവറെയും സെയിൽസ്മാനെയും ആവശ്യമുണ്ട്. പേഴ്സണൽ ഡ്രൈവറെയും സെയിൽസ്മാനെയും ആവശ്യമുണ്ട്. വിളിക്കേണ്ട നമ്പർ 9859607737. KSRTCയിൽ 477 താൽക്കാലിക ഡ്രൈവർ നിയമനം. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി ദിവസവേതനാടിസ്ഥാനത്തിലായിരിക്കും നിയമനം. തൃശൂരിൽ 43 ഒഴിവുകളാണ് ഉള്ളത്. സംവരണം തിരിച്ചുള്ള റാങ്ക് ലിസ്റ്റ് ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സുകളിൽ നോട്ടീസ് ബോർഡിൽ പ്രസിദ്ധീകരിക്കും. ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ഒഴിവ്. ദേശീയ ആരോഗ്യ ദൗത്യത്തിന് കീഴിൽ ജില്ലയിലെ വിവിധ ആരോഗ്യ സ്ഥാപനങ്ങളിലേക്ക് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് തസ്തികകളിലേക്ക് താൽക്കാലിക നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകർക്ക് സർക്കാർ അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള JPHN ബിരുദവും കേരള നഴ്സസ് ആൻഡ് മിഡ്വൈഫ്സ് കൗൺസിലിന്റെ സ്ഥിരം രജിസ്ട്രേഷനും ഉണ്ടായിരിക്കണം. 40 വയസ്സാണ് പ്രായപരിധി. താല്പര്യമുള്ളവർ സെപ്റ്റംബർ 17 വൈകുന്നേരം 5 മണിക്കകം ആരോഗ്യ കേരളത്തിന്റെ വെബ്സൈറ്റിൽ നൽകിയിട്ടുള്ള ഗൂഗിൾ ഫോം ലിങ്ക് വഴി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. ST യൂസിംഗ് ടാലി കോഴ്സ്. അസാപ് കേരളയുടെ പാലക്കാട് ലക്കിടിയിലുള്ള കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ GST യൂസിംഗ് ടാലി കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. SSLC, +2, ITI, ഡിപ്ലോമ അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദം യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. ഓൺലൈൻ വഴിയോ നേരിട്ടുള്ള ക്ലാസുകളിലൂടെയോ കോഴ്സ് പൂർത്തിയാക്കാനാകും. ബാങ്കിംഗ്, ഫിനാൻഷ്യൽ സർവീസ് മേഖലകളിൽ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തതാണ് കോഴ്സ്. പ്രവേശനം ലഭിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അസാപ്പിന്റെ ഓരോ 3ാമത്തെ ശനിയാഴ്ചയും നടത്തുന്ന തൊഴിൽ മേളയിലൂടെ ജോലി അവസരങ്ങൾ ലഭ്യമാകും. സെപ്റ്റംബർ 20 വരെ അപേക്ഷ സമർപ്പിക്കാം. വിളിക്കേണ്ട നമ്പർ 9499999667 അല്ലെങ്കിൽ 9895967998. നാഗലശ്ശേരി ITIയിൽ സ്പോട്ട് അഡ്മിഷൻ. പാലക്കാട് വെള്ളിയാങ്കല്ലിലുള്ള നാഗലശ്ശേരി ഗവൺമെന്റ് ITIയിൽ തൊഴിൽ സാധ്യതയുള്ള കോഴ്സുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ ആരംഭിച്ചു. അഡിറ്റീവ് മാനുഫാക്ചറിംഗ്, 3D പ്രിന്റിംഗ്, കമ്പ്യൂട്ടർ എയ്ഡഡ് എംബ്രോയിഡറി ആൻഡ് ഡിസൈനിംഗ് എന്നീ ട്രേഡുകളിലേക്ക് അപേക്ഷിക്കാം. പ്രവേശനം എടുക്കുന്നതിനുള്ള അവസാന തീയതി സെപ്റ്റംബർ 20 വിളിക്കേണ്ട നമ്പർ 9771715651 അല്ലെങ്കിൽ 9526326361. സെയിൽസ്മാൻമാരെ ആവശ്യമുണ്ട്. വരന്തരപ്പിള്ളിയിൽ പ്രവർത്തിക്കുന്ന പെയിന്റ് ഷോപ്പിലേക്ക് സെയിൽസ്മാൻമാരെ ആവശ്യമുണ്ട്. വിളിക്കേണ്ട നമ്പർ 9446530662.
ചെങ്ങാലൂർ മണ്ണമ്പേട്ട മാവിൻചുവട് റോഡിൽ ശാന്തിനഗർ മുതൽ മണ്ണമ്പേട്ട ജംഗ്ഷൻ വരെ കാന കൾവർട്ട് നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നതിനാൽ സെപ്റ്റംബർ 19 മുതൽ നിർമ്മാണം പൂർത്തീകരിക്കുന്നതുവരെ ഈ റോഡിൽ ഭാഗികമായ ഗതാഗത നിയന്ത്രണം ഉണ്ടായിരിക്കുന്നതാണെന്ന് അധികൃതർ അറിയിച്ചു. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ് സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 10,130 രൂപ, പവന് 81,040 രൂപ. കല്ലൂർ കിഴക്കുമ്പിൽ വിനോദ് അന്തരിച്ചു. 50 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. പാലപ്പിള്ളിയിൽ വീണ്ടും പുലിയിറങ്ങിയതായി നാട്ടുകാർ. ഇത്തവണ പശുക്കുട്ടിയെ പുലി കൊന്നു. മുൻമന്ത്രിയും നിയമസഭാ സ്പീക്കറുമായിരുന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് പി തങ്കച്ചൻ അന്തരിച്ചു. അന്ത്യം ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച്. ഓണം സീസണിൽ നല്ല വില പ്രതീക്ഷിച്ച് ഇറക്കിയ പച്ചക്കറിക്ക് വിലയില്ലാതായതോടെ കണ്ണീരിലായി മറ്റത്തൂരിലെ കർഷകർ. ചിമ്മിനി ഡാമിലെ ടോയ്ലറ്റ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനം കെ രാമചന്ദ്രൻ MLA നിർവഹിച്ചു. കൊടകരയിൽ കുട്ടികൾക്ക് മറ്റും വിൽപ്പന നടത്തുന്നതിനായി സൂക്ഷിച്ച കഞ്ചാവുമായി 2 യുവാക്കൾ അറസ്റ്റിൽ. പിടിയിലായത് തേശ്ശേരി പറപ്പൂക്കര സ്വദേശികൾ. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേക്ഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.